ഗുണം ചെയ്യുമെന്നാണ് ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയും മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായയുണ്ട്, ഈ സർക്കാരിനുണ്ടായിരുന്ന സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് എന്നൊക്കെ. ആ തരത്തിലേക്കുള്ള ചില പരസ്യങ്ങളുമൊക്കെ സർക്കാർ ബോധപൂർവം അല്ലെ അത്തരം പരസ്യങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ആ പ്ലസ് പോയിന്റിനെ കൂടി ഇല്ലാതാക്കുന്നതാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ വിവാദവും വീഴ്ചകളും ഒക്കെ? അതായത് LDF തീവ്രത അളന്നു നോക്കിയപ്പോൾ തീവ്രത കുറവായിരുന്നു. അതുകൊണ്ട് ഇനി രാജിവെക്കേണ്ട ആവശ്യമില്ല. അതെ, തീവ്രതയാണല്ലോ നോക്കുന്നത്. സന്തോഷ്, രാജിവെക്കണ്ട എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പരാതിയില്ല എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ സാങ്കേതികമായോ അല്ലെങ്കിൽ നിയമപരമായോ അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നില്ല. ഇവര് പൊക്കിപ്പിടിക്കുന്ന ഒരു ധാർമ്മികതയുണ്ടല്ലോ, അതുണ്ടല്ലോ. 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതേ കുടുംബ പ്രശ്നത്തിലാണ് അന്ന് പിണറായി വിജയനായിരുന്നു പറഞ്ഞത് രാജിവെക്കണം എന്ന്. അന്ന് ഈ ഗണേഷ് കുമാർ 2013 ഇന്ന് ആ ധാർമ്മികത എവിടെ പോയി? പിന്നെ മുൻ മഞ്ചേരി പ്രേഷം പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ് അല്ല കുത്തിപ്പൊക്കിയത്, സ്വന്തം ഭാര്യ തന്നെയാ പറഞ്ഞത്. ഞാൻ അവിടെ വന്നപ്പോൾ ബെഡ്റൂമിൽ എനിക്ക് കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ കണ്ടു. ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ വന്ന് തടഞ്ഞു. അല്ലേ? പോലീസിനെ വിളിച്ചു വന്നു ഗേറ്റിന് പുറത്തു നിന്നു പോലീസ്. ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസല്ലേ ഇത്? ഈ സ്ത്രീക്ക് എന്ത് പറ്റി? പിറ്റത്തെ ദിവസം അത് ഭാര്യ ഒത്തുതീർപ്പാക്കി വീട്ടിൽ കയറ്റാം. പക്ഷെ ഒരു പൊതുപ്രവർത്തകന്റെ അടുത്ത് എത്ര പെണ്ണുങ്ങൾക്ക് പോവാം? ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ കേസല്ലാതെ അല്ല, എല്ലാ സ്ഥാനത്ത് പോലും നിർത്താൻ പാടില്ല. പക്ഷെ ഇവർ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എതിർ സൈഡ് വരുമ്പോഴത്തേക്ക് എത്ര സ്ത്രീകൾക്ക് അവരെ വീട്ടിൽ കയറി പോവാം? അടുത്തൊന്നും വേണ്ട, അടുത്ത് പറഞ്ഞ പി ശശിയുടെ ഇത് വന്ന സമയത്ത് പാലക്കാട് ജില്ലയില് അവിടെ നിന്ന് തന്നെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പറഞ്ഞല്ലോ, ഇനി ധൈര്യമായിട്ട് ബ്രാഞ്ച് ഓഫീസിൽ വരാം, അല്ലെ? പാർട്ടി ഓഫീസിൽ ഇനി ധൈര്യമായിട്ട് സ്ത്രീകൾക്കെല്ലാം വരാം, ഒരു കുഴപ്പമില്ല. ആഭാസം പുറത്തു പോയി എന്നാ പറഞ്ഞത്. ഈ ആഭാസന മന്ത്രിസഭയിൽ ഇരുത്തിയിട്ടല്ല ഈ പ്രവൃത്തി കാണിക്കുന്നത്. അതുകൂടാതെ ഗണേഷ് കുമാർ പറഞ്ഞതാണ്, എനിക്ക് ഒരു പ്രേമമല്ല 5000 പ്രേമങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അത് പ്രേമമില്ലാത്തവൻ എന്നെ ചണ്ടനാണെന്ന അങ്ങനെയൊക്കെയല്ല പറഞ്ഞത്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്. ഈ രീതിയിലുള്ള പ്രേമമല്ല വേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധാർമ്മികത പിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ടീം ഇപ്പുറത്ത് രാജിവെക്കണം എന്ന് പറഞ്ഞതും ഇപ്പോൾ എവിടെ പോയി ധാർമ്മികത? ഇതൊക്കെ ഈ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പണിയുണ്ടല്ലോ. കഴിഞ്ഞ ഈ 2 മാസം മുമ്പല്ലേ ഈ ഗണേഷ് കുമാർ പറഞ്ഞ എന്റെ കുടുംബം കുളം തോണ്ടിയത് ഉമ്മൻചാണ്ടിയാണെന്ന്, അല്ലേ? ഇപ്പൊ എവിടെ ആര് തോണ്ടി? സ്വന്തം സാധനങ്ങൾ സ്വന്തം സ്ഥലത്ത് ഇരിക്കണം, മറ്റിടത്തേക്ക് കയറാനല്ല പോകേണ്ടത്, ഇല്ലെങ്കിൽ കടുക്ക വെള്ളം കുടിക്കണം. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ ഒരു രാജി ഒഴിവായി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ആശ്വാസമാണ്. പക്ഷേ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഉന്നയിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കാനുള്ള അവസരം, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായക്ക് ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കം, ഈ 2 വിഷയത്തിലും സർക്കാരിന് തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ ഈ ഗണേഷിന്റെ വിവാദം? അത് രണ്ടും രണ്ടല്ലേ, നമ്മ രണ്ടായിട്ട് കാണണ്ടേ? കാരണം ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള പ്രശ്നമല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം, അതായത് ആർ ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങളുണ്ടായി, സ്വത്ത് തർക്കം ഉണ്ടായി, പെങ്ങളുമായിട്ട് തെറ്റി. ആ രൂപത്തിൽ നിൽക്കുമ്പോൾ അവര് നാത്തൂനും കൂടി ഒന്നിച്ചു എന്നല്ലാണ്ട് അതിലിപ്പോ വേറെ പ്രശ്നം തീരണ്ടേ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവും ഇതും കൂടി ഒന്നിച്ചു മുമ്പ് കിട്ടുന്നത് എന്തിനാണ്? ഒരു കുടുംബ പ്രശ്നമല്ലേ ഇത്? ആ സ്ത്രീകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദോഷത്തിൽ വല്ലതൊക്കെ വിളിച്ചു പറയും. ആ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെയാണ് ശ്രീ പീതാംബരൻ, സ്ത്രീകൾക്ക് വിഷമമുണ്ടാകുമ്പോൾ വിളിച്ചു പറയും എന്നൊക്കെ പറയും, സ്ത്രീകളുടെ സ്വഭാവമാണെന്നൊക്കെ പറയുന്നത്. ഒരു സ്ത്രീ അവർ അന്തസ്സായി ജോലിയെടുക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയാണ് പറഞ്ഞത് ഇന്നലെ അവരുടെ ഭർത്താവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത്, അവർ അവരുടെ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ അവർ അരുതാത്ത പലതും കണ്ടു എന്ന് പറയുന്നു. അതിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് എന്താണെന്ന് അതിൽ കൂടുതലൊക്കെ ഒരു സ്ത്രീക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇത് അവർ പറഞ്ഞു, എന്നെ തെറ്റേറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, കേസിന് പോകുന്നില്ല. അത് ആ സ്ത്രീയുടെ മഹത്വം കൊണ്ട് അവർ ആ കേസിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ഗണേശിനോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടൊക്കെ അവർ ചിലപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തു കാണും എന്ന് കരുതി അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നത് താങ്കൾ? അല്ല, ന്യായീകരണമല്ല ഞാൻ പറയുന്നത്. ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, കാണാൻ പറ്റാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയില്ലല്ലോ. പീതാംബരൻ പള്ളുരുത്തിക്ക് അത് തെളിച്ചു പറഞ്ഞെങ്കിലേ മനസ്സിലാവും എന്നുള്ള പ്രായമൊന്നും അല്ലല്ലോ ഉള്ളത്. അത്രയും ജീവിതാനുഭവങ്ങളും പ്രായമൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് വെളുപ്പിക്കാൻ നിൽക്കാതെ. അല്ല, ഞാനിപ്പോ പറയുന്നത് ഇതൊരു കുടുംബ പ്രശ്നമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അതല്ല, അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകണം. സമൂഹത്തിൽ ഇപ്പൊ ഈ വക പെരുമാറ്റമല്ല.
പറഞ്ഞ ഈ മനസ്സിലായോ? ശ്രീ പീതാംബരൻ, താങ്കൾ ആലോചിക്കേണ്ടത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമായി തീർന്നുള്ളൂ. മറുഭാഗത്ത് വേറെയും ചില ആളുകളുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അവരുടെ കുടുംബജീവിതം തകരാനും ഒക്കെ ഉള്ള സാധ്യതകൾ അപ്പോഴും നിൽക്കുകയാണ് അവിടെ. അതൊന്നും നാട്ടുകാരുടെ പ്രശ്നമല്ല അല്ലേ? പറഞ്ഞ പ്രണയം ഒരു തെറ്റാണോ? പ്രണയം ഒരിക്കലും ഒരു തെറ്റല്ല. തെറ്റല്ല. ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് തെറ്റാണോ? ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും പ്രണയിക്കുന്നതും ആ രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ അവർക്ക് പരസ്പരം ബന്ധപ്പെടുന്നത് ഒന്നും തെറ്റല്ല. അതൊന്നും ആരും തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പെണ്ണും കൂടി എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ കൂടി ഒരു യാത്ര പോയാൽ എന്താ തെറ്റുള്ളതെന്ന് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. യാത്ര പോകുന്നതിനെ കുറിച്ചൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിനേക്കാൾ കടത്തിയും പറഞ്ഞല്ലോ. അതൊന്നും അല്ലല്ലോ ചോദിച്ചത്. ഈ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി സർക്കാരിന് ഗുണം ചെയ്യുന്നതാണോ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും വിവരമുള്ള ആളുകൾ അയാളെ തള്ളി പറയില്ല. കാരണം അയാളുടെ ഭാര്യ തന്നെ പറഞ്ഞു, അത് എനിക്ക് പരാതിയൊന്നുമില്ല ആ കാര്യത്തിൽ, അത്തരമുള്ള വിഷയമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയക്കാര് എതിർ രാഷ്ട്രീയക്കാര് വേറ്റി പിടിക്കേണ്ട കാര്യം എന്താണുള്ളത്? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിലും ഒക്കെ അതല്ലേ ചെയ്യേണ്ടത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ നടക്കട്ടെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പൊക്കെ ആയി സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടതിനിടയിലാണ് ഒരു മന്ത്രി തന്നെ നേരിൽ വന്ന് സർക്കാരിനെ ആകെ പിടുത്തിക്കളയുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങളിലൊക്കെ പെട്ടുപോകുന്നു. മുമ്പും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ പെട്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയ ചരിത്രവുമുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. ഇത് മന്ത്രിസഭയേക്കാൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സാർ? ഇവരെ പോലത്തെ പക്ക ഫ്രോഡുകൾ, ഈ രാഹുൽ മാങ്കൂട്ടായാലും ഈ ഗണേഷ് കുമാർ ആയാലും, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ എങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും കേസിൽ നിന്ന് പിന്മാറ്റിയിട്ടുണ്ടായിരിക്കുക? അതിന് നാളെ മറ്റന്നാൾ വരൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പക്ക ഫ്രോഡ് മന്ത്രിമാരെയൊന്നും വെച്ചേക്കരുത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.